ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. എപ്പോഴും ഷോർട്സ് അല്ലേ ഇട്ടിട്ട് ഞാനും മടുത്തു, കാണണം നിങ്ങൾക്കും മടുത്തു. അപ്പോൾ ഇന്നൊരു ഫുൾ വീഡിയോ കുക്കിംഗ് വ്ളോഗ്. ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണെന്ന് ചോദിച്ചാൽ അല്ല, എൻ്റെ ഒരു സ്റ്റൈൽ. ഞാൻ എപ്പോഴും ഉണ്ടായി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 year ആയി ഞാൻ ഉണ്ടാക്കിയിട്ട്. പക്ഷെ എന്നാലും ഇന്ന് ഞാൻ വിചാരിച്ചു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. ഓക്കെ, ഇത് ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് എല്ലാവർക്കും അറിയാം. ചിക്കനിൽ ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു മുട്ട, പിന്നെ കുറച്ച് കോൺഫ്ലവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 1 kg ചിക്കൻ ഉണ്ട്, ഒരു 5 tablespoon കോൺഫ്ലവർ. എന്നിട്ട് അത് നന്നായിട്ട് പെരട്ടി വെച്ചേക്കണം. ഒരു മാക്സിമം ഒരു 1/2 hour എങ്കിലും വെച്ചേക്കും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 hour എങ്കിലും ഞാൻ ആയി കാണും. ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് മുട്ട ആഡ് ചെയ്യുന്ന സോഫ്റ്റ് ആവാനും ക്രിസ്പി ആവാനും. ഫ്രൈഡ് ആയിട്ട് നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം, അല്ലാതെ ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഒണിയൻ വേണം, വലിയ ഉള്ളി, പിന്നെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി, ഇഞ്ചി, ക്യാപ്സിക്കം, പിന്നെ കറിവേപ്പില വേണമെന്നില്ല, എനിക്കിഷ്ടമുള്ളതുകൊണ്ട് അത് ഇട്ടേക്കുന്നു, പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ ഇതിന് വേണ്ടി നമുക്ക് സ്പ്രിംഗ് ഒണിയൻ യൂസ് ചെയ്യാം, വേണമെങ്കിൽ മതി, നിർബന്ധമില്ല. ഓക്കെ, ഞാൻ ചിക്കൻ ഇടാൻ പോവുകയാണേ. എണ്ണ ചൂടായില്ല, അത് കുഴപ്പമില്ല, നമുക്കിട്ട് തുടങ്ങാം. എണ്ണയൊക്കെ താനെ ചൂടായിക്കോളും. അപ്പോൾ ഇതിപ്പോൾ വലിയ പാൻ ആയതുകൊണ്ട് ഈ 1 kg 1 kilo ചിക്കൻ ഇതിൽ തന്നെ, അതുകൊണ്ടാണ് ഞാൻ വലിയ പാൻ എടുത്തത്. ഇപ്പോൾ കുഞ്ഞു പാൻ ആണെങ്കിൽ, ഫ്രൈങ് പാൻ ആണെങ്കിൽ നമ്മൾ ഓരോ ബാച്ചായിട്ട് ഇത് ചെയ്യണം, ഫ്രൈ ചെയ്യണം. ഇതാവുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് വലിയതെടുത്ത്. അതാവുമ്പോൾ ഒരുമിച്ച് ഒരു പ്രാവശ്യമേ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുമിച്ച് അങ്ങ് ആയിക്കോളുവേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കുക്കിംഗ് വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇല്ല. പിന്നെ ലൈക്കും ചെയ്യണം, എന്തായാലും ലൈക്ക് ചെയ്യണം, അതൊരിക്കലും മറക്കല്ലേ. സബ്സ്ക്രൈബും ചെയ്യണം, മറക്കല്ലേ. ഇപ്പം ഏകദേശം ചിക്കൻ പീസ് ഇപ്പം ഇട്ടിട്ട് തീരാറായി. 1 kilo ചിക്കൻ ആകുമ്പോൾ കണ്ടോ, വലിയ പാൻ എടുക്കുമ്പോൾ ഒരുമിച്ച് ഫ്രൈയും ആവും, നമുക്ക് ഒത്തിരി നേരം നിൽക്കണ്ട. എനിക്ക് തീരെ നിൽക്കാൻ താല്പര്യമില്ല, പക്ഷേ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുക്ക് ചെയ്യുന്നത് എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമാണ്, എനിക്കും കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്കിപ്പോൾ വന്ന് എനിക്ക് ടൈമില്ല കുക്കിങ്ങിനൊന്നും. പക്ഷേ മിക്ക ദിവസവും ഞാൻ ചെയ്യാറുണ്ട്. ഇന്നലെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാനിപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇത് മതി. നമുക്കിപ്പോൾ അതിലിട്ടും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ചിക്കനൊക്കെ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പം ഏകദേശം പെട്ടെന്ന് ഫ്രൈ ആവും. ഇപ്പോൾ നോക്കിയാൽ ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാതിരി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണേ. ഓക്കെ, ഇനി ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഞാൻ കാണിക്കാവേ. ഓക്കെ, ഇതിൽ നിന്ന് ഓയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു 3-4 spoons ഓഫ് ഓയിലാണ്. അതിലേക്ക് നമ്മൾ ഗാർലിക് ഇടുന്നു. പിന്നെ ജിഞ്ചർ ഇടണമെന്ന് നിർബന്ധമില്ല, പക്ഷേ എനിക്ക് ജിഞ്ചറിൻ്റെ ടേസ്റ്റ് ഇഷ്ടം. പക്ഷേ ചിലവർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട്, എനിക്കിഷ്ടമാണ്. അപ്പോൾ കുറച്ച് ജിഞ്ചർ. ഇതിപ്പോൾ ഗാർലിക്ക് വന്നിട്ടൊരു ഒരു പകുതി ഫുള്ളും, ഒരു ബൾബിലുള്ള ഒരു പകുതിയോളം അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 7-8, ഇപ്പോൾ 1 kilo ചിക്കൻ ആയതുകൊണ്ട് 7-8 വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. സോട്ട് ചെയ്യുമ്പോൾ നല്ല മണം കേട്ടോ, എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ സോട്ടാകുമ്പോൾ നല്ല മണമാണ്. ഓക്കെ, ഇത് ചെറിയ 2 പച്ചമുളക്. അപ്പം ഞാൻ സവാള ഇടാൻ പോവുകയാണ്. സ്ക്വയറായിട്ട് അരിഞ്ഞ സവാളയാണ്. ക്യാപ്സിക്കും സവാളയും നമ്മൾ സ്ക്വയറായിട്ടാണ്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇടാം കേട്ടോ. പക്ഷേ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്നത് സ്ക്വയറാണ്. അപ്പം നമുക്കും ഇപ്പം സ്ക്വയർ ഇടുന്നതായിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ചിക്കൻ കറിയിലൊക്കെ നമ്മൾ അല്ലാതെ അരിഞ്ഞല്ലേ ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിലോട്ടാക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇനി ഉള്ളിയൊക്കെ സോട്ട് ചെയ്യുന്നതല്ല, അതൊന്ന് ലോങ് ആയിപ്പോവും, തീരെ ലോങ് ആയിപ്പോവും വീഡിയോ. അപ്പം ഞാനിത് സോട്ട് ചെയ്ത് ഏകദേശം ഒരു 10 minutes സോട്ട് ചെയ്തതിന് ശേഷം ക്യാപ്സിക്കം ഇടാവേ. അപ്പം ഞാൻ അടുത്ത വരാവേ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് നമ്മുടെ ഓണിയനൊക്കെ സോട്ട് ആയിട്ടുണ്ട്.
ക്യാപ്സിക്കം. ഇതിപ്പം എൻ്റെ കയ്യിൽ പച്ച ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ റെഡ് യെല്ലോ ക്യാപ്സിക്കം ഒക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ കളർഫുൾ ആയിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ആകെ ഇത് മാത്രമേ ഇരിപ്പുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചപ്പാത്തിയും കൂടെ ചൂടാണ്, അതാ കുറച്ച് ഡിലേ വരുന്നത്. അപ്പം നമുക്ക് ഇളക്കി കൊടുക്കാം. ഓക്കെ, ക്യാപ്സിക്കം ഒത്തിരി നേരം ഇട്ടേക്കണ്ട. പിന്നെ ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറയാൻ നേരം ഒരു കാര്യം മറന്നുപോയി. വേറൊന്നുമല്ല, ചില്ലി ചിക്കനും നമുക്ക് ടൊമാറ്റോ സോസും സോയാ സോസും. ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് ആഡ് ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ല, ഞാൻ മേടിച്ചില്ല. സ്കോട്ട് എൻ്റെ ക്യാമറയുടെ പുറകെ മണപ്പിച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, ഞാനിനി കുറച്ച് പെപ്പർ പൗഡർ ഇടുകയാണേ. പെപ്പർ പൗഡർ ഇടുന്നത് നല്ലതാണേ, നല്ല ടേസ്റ്റായിരിക്കും, മണമായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സെലറീസ് ഇടാം കേട്ടോ. ഇനി ഒരിക്കൽ ഞാൻ വെക്കുമ്പോൾ ഞാൻ സെലറീസും സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കി തരാം. അത് നമ്മൾ ഈ ഹോട്ടൽസിലൊന്നും അധികം അവർ ചെയ്യാറില്ല. വലിയ 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ സ്പ്രിംഗ് ഓണിയൻ സെലറീസ് ഒക്കെ ഇടും. ഇനി അടുത്ത തവണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ സെലറിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ സെലറിയൊക്കെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് പോകും കേട്ടോ. ചിലപ്പോൾ നമുക്ക് വലിയ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് കെച്ചപ്പ് ഒഴിക്കാവേ. ഞാൻ പൊട്ടിക്കട്ടെ, ഇതൊരു ചെറിയ പാക്കറ്റിലാണ് എനിക്ക് കിട്ടിയത് ഇന്ന് മേടിക്കാൻ പോയപ്പോൾ. ഓക്കെ, ഇതിന് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര മധുരം വേണോ അത്ര. ഇതിപ്പോൾ എന്തായാലും ഈ കുഞ്ഞ് 15 റുപ്പീസിൻ്റെ പാക്കറ്റാണ്. ഇത് ഫുള്ള് ഒഴിക്കേണ്ടി വരും. എന്നുവെച്ചാൽ ചിക്കൻ നമുക്ക് 1 kg ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഫുള്ള് ഒഴിക്കേണ്ടി വരുവേ. അപ്പം കറക്റ്റ് ആവണം. ഞാൻ 2 പാക്കറ്റ് മേടിച്ചു. ഫുള്ളും അതിൻ്റെ ജീവൻ ഫുള്ളും എടുത്ത് ശക്തിയോട് കൂടി ഒരു തുള്ളി പോലും വേസ്റ്റാക്കാൻ പാടില്ല. അപ്പോൾ അതിട്ടു സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വിനീഗർ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഞാൻ ലെമൺ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞോന്നറിയത്തില്ല, വിട്ടുപോയത്. വെച്ചാൽ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് ലെമൺ കൂടെ ഞാൻ യൂസ് ചെയ്തു. ചിലവർ ലെമൺ യൂസ് ചെയ്യും, ചിലർ വിനീഗർ യൂസ് ചെയ്യും. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നല്ലതാണ്. ഇതിപ്പോൾ ഡാർക്കാണോ? ഇത് ഡാർക്ക് സോയ സോസ്. അപ്പോൾ നോക്കി ഒഴിക്കണേ, ചെറിയ സ്പേസ് തന്നെ, അതുകൊണ്ട് കുറച്ചേ വരുള്ളൂ. കൂടിപ്പോയെന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, ചിലപ്പോഴേ പുളി കൂടിപ്പോവും. അപ്പോൾ നമുക്ക് വേറെ ടേസ്റ്റ് നോക്കിയിട്ട് ചെയ്യാവേ. നമുക്ക് ഞാൻ കിതയ്ക്കുന്നുണ്ടല്ലേ സംസാരിക്കുമ്പോൾ, സോറി, എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. ഞാൻ ജനലൊന്നും തുറന്നിട്ടിട്ടില്ല, ബിക്കോസ് ഇവിടെ ഭയങ്കര കൊതുകാണ്. കൊതുക് വില വെറും ഞാൻ ഹോളിൽ മാത്രമേ ചെയ്തുള്ളൂ, കിച്ചണിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജനൽ തുറന്നിട്ടാൽ, പക്ഷേ കിച്ചണിൽ മാത്രമേ ചൂടുള്ളേ. അതിപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈം ആണ് വരുന്നത് ചൂട് തോന്നിക്കുന്ന, അല്ലാത്ത ടൈം നമുക്ക് ചൂട് തോന്നിക്കത്തില്ല. ഓക്കെ, പിന്നെ മെയിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ചൂടുവെള്ളം ഒഴിക്കാം, സാദാ വെള്ളം ഒഴിക്കാം. ഓക്കെ, തിളക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാനൊരു സ്ലറി, ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. സ്ലറി എന്ന് പറയുമ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത അതേ ഇത് കോൺഫ്ലവർ ആസ് യൂഷ്വൽ നമ്മളൊരു 3 സ്പൂൺസ് എടുക്കുക. അത് 3 വേണമെന്നില്ല, 2 ആയാലും കുഴപ്പമില്ല കേട്ടോ. അതെടുക്കുക, അത് വെള്ളത്തിൽ കുഴച്ച് വയ്ക്കാം. അപ്പം എന്താ പറ്റുക, എല്ലാവർക്കും അറിയാമല്ലേ, കോൺഫ്ലവർ വെള്ളമായിട്ട് ഇതിലൊഴിക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ളൊരു ഗ്രേവി കിട്ടും. ഓക്കെ, നമ്മുടെ സോസ് ഏകദേശം തിളക്കട്ടെ. മെയിനായിട്ട് പിന്നെ വേറൊരു സാധനം കൂടെ നമ്മൾ കെച്ചപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാം, ബിക്കോസ് യു ഓൾ ആർ മൈ ഫ്രണ്ട്സ്. പഞ്ചസാര ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് പഞ്ചസാര. ഓക്കെ, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഓക്കെ, പഞ്ചസാര ഇടുന്നത് നല്ലതാണ് കേട്ടോ, വേറൊരു ടേസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഒന്നും കൂടി ചേർക്കാം. നമ്മൾ വെജീസൊക്കെ കറക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചിക്കനും കൂടെ ആഡ് ചെയ്താൽ മതി. പിന്നെ ലാസ്റ്റ് ഗാർണിഷിന് വേണ്ടി കറിവേപ്പിലയും മല്ലിയിലയും. ഓക്കെ, ഇതിൻ്റെ ഇടയിലേ ആരും മറക്കല്ലേ, ഉപ്പ് നോക്കാൻ മറക്കല്ലേ. ചിക്കനിൽ ഉപ്പുണ്ട്, പിന്നെ സോയാ സോസിൽ ഉപ്പ് കാണും, കെച്ചപ്പിൽ ടൊമാറ്റോ സോസിൽ ഉപ്പ് കാണും. എന്നാലും നമ്മുടെ വക ഒരു
ലാസ്റ്റ് ഒരു പിഞ്ച് സോൾട്ട് ഇടാവേ. ചിലപ്പോൾ നമുക്ക് ഉപ്പ് കുറവായിട്ട് ലാസ്റ്റ് കഴിക്കാൻ നേരത്ത് തോന്നും. ചിക്കനിടുമ്പോൾ ഉപ്പ് വരും എന്നാൽ പോലും. ഓക്കെ, അപ്പം അടുത്ത് ഇളക്കണം. പക്ഷെ ഇപ്പോൾ തന്നെ ഒത്തിരി ടൈമായിട്ടോ. എനിക്ക് തോന്നുന്നു 10 o'clock കഴിഞ്ഞോ അങ്ങനെ ഡൗട്ടാണ്. രാത്രി എടുക്കും. അപ്പോൾ ഞാൻ ചിക്കൻ തട്ടാൻ പോവേണേ. എല്ലാവരും നോക്കിക്കോളൂ. 1 kg ചിക്കൻ. സ്കോട്ട് മോന് കുറച്ച് ചിക്കൻ പീസസ് മാറ്റി വയ്ക്കണം. എന്നുവെച്ചാൽ അവൻ ചില്ലി ചിക്കൻ കഴിക്കും, പക്ഷെ എന്നാൽ പോലും അവന് ചോറ് കൊടുക്കുന്നു. അപ്പോൾ ചില്ലി ചിക്കൻ ആണെങ്കിൽ ചില സമയത്ത് അവന് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് അവന് വേണ്ടി 2 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന്. പിന്നെ 1 പീസ് ഞാൻ ഫ്രൈ ചെയ്തപ്പോൾ ഓൾറെഡി ഞാൻ 1 പീസ് ഞാൻ കഴിച്ചു കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ കൊള്ളാമോ ഇല്ലെന്ന്. അല്ലെങ്കിൽ ഞാൻ എല്ലാം ഉണ്ടാക്കുമ്പം കുറച്ച് ഞാൻ കഴിക്കും. പക്ഷെ ഞാൻ 1 പീസേ എടുത്തുള്ളേ. ഓക്കെ, നെക്സ്റ്റ് നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കണത് ടാസ്ക്കാണ്. അത് ഇതിന് പാന് പോലെയാണ്, പക്ഷേ ഫൈൻ. ഓക്കെ, ഇളക്കി ഏകദേശമായിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലവർ വെള്ളം ഒഴിക്കുമ്പോഴേ അതിൻ്റെ ആ സ്ലറി ഒഴിക്കുമ്പം ലാസ്റ്റ് പാക്കപ്പ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മൾ സ്ലറി ഒഴിക്കണം. അപ്പം തിക്കാവും. ഇതാണ് സ്ലറി, കാണാമല്ലോ അല്ലേ? കപ്പിലാണേ മിക്സ് ചെയ്ത് അത് ഒഴിക്കുക. വേറൊന്നും വേണ്ട. പിന്നെ കടുവറ ഇളക്കുക. കൂടിപ്പോയോ ഒഴിച്ചത്? ഇല്ല, തോന്നണമായിരിക്കും. പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ട. പച്ചമുളക് നല്ല എരിവുണ്ട്. ഞാൻ ചിക്കൻ ഫ്രൈ ഞാൻ അധികം കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു ഇത്ര ഗ്രേവി മതി. ഇത് തിക്കാവുമ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ലാസ്റ്റ് എപ്പോഴും ചൂടുവെള്ളം ചേർക്കാവുള്ളൂ. മാക്സിമം നമ്മൾ മീനായാലും മീറ്റ് എന്തായാലും കുക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ചൂടുവെള്ളം മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നല്ലത്. ഓക്കെ, ഇപ്പോൾ കൺസിസ്റ്റൻസി മാറിപ്പോകത്തില്ല. അമ്മേ. ഓക്കെ, ഞാനേ കുറച്ച് സോയ ഒഴിക്കാണ്. എനിക്ക് അവിടെ ഇവിടെ എന്തോ ഒരു മിസ്സിങ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോയ ഞാൻ പേടിച്ചിട്ട് ഡാർക്കായിട്ട് കുറച്ചേ ഒഴിച്ചുള്ളൂ. സ്ലറി ഒഴിക്കുമ്പോഴേ ഇത്തിരി കുറവ് വരും ഫീൽ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ശരിയാക്കി കൊടുത്താൽ വലിയ കുഴപ്പമില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താലും മതി. നോ പ്രോബ്ലം അറ്റ് ഓൾ. ഇനി നമുക്ക് കുറച്ച് അത് തിളയ്ക്കട്ടെ. സ്ലറിയൊക്കെ ഒന്ന് കട്ടിയാകട്ടെ. കട്ടിയായി തുടങ്ങി കേട്ടോ. കണ്ടോ, ഗ്രേവി എല്ലാം കട്ടിയായി. പക്ഷെ ചിക്കൻ ഇതിൽ കിടന്ന് കുറച്ച് നേരം വേവണം. നമ്മൾ ഫ്രൈഡാണ്, വെന്തു. പക്ഷെ എന്നാലും അതിൻ്റെ അകത്തെ ഉപ്പും പുളിയൊക്കെ പിടിക്കാമല്ലോ. സോറി കേട്ടോ, സ്പോട്ട് കുറച്ചാണ്. ഈ ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ പിന്നെ ഈ അകത്തിട്ടേക്കുന്ന പുറത്തൊന്നും കണ്ടുകൂടാ. ഫുൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുരയ്ക്കുവേ. ഉപ്പ് ഇത്തിരി കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടേ. ലേശം ഉപ്പും കൂടെ ഞാൻ ഇടണേ. പക്ഷെ നമ്മളിപ്പോൾ സ്ലറി ഒഴിച്ചില്ലേ, അപ്പോൾ ഉപ്പ് കുറഞ്ഞു. ഉപ്പാണേ, വേറെ ഒന്നുമല്ല ഞാൻ ഇട്ടേക്കുന്ന ഉപ്പുള്ളി. ഇനി അടുത്ത് നമുക്ക് തിക്കായിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഓൾറെഡി കെറ്റിലിൽ ചൂടാക്കിയ ചൂടുവെള്ളം ഉണ്ട്. ഞാൻ അതാണ് എടുക്കുന്നത്. നേരത്തെ സ്ലറി ചെയ്ത് വെച്ചിരുന്ന അതേ ഗ്ലാസ്സിൽ സ്ലറി മിക്സ് ചെയ്ത അതേ ഗ്ലാസ്സിൽ ഇട്ടു. ഇനി നമുക്ക് ഈ സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒരിക്കലും നിർബന്ധമല്ല, പക്ഷേ ചിലർക്ക് അറിയില്ലേ, ചിലർക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. മണം, മെയിനായിട്ട് മണം. അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മിക്സ് പണാം. ഉണ്ട് ഒരു സൈഡോട് പാനിന് ഇത്തിരി ചരുവുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ചരുവുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കെച്ചപ്പ് ഇത് മതി, ഇനി നമ്മൾ ഒഴിക്കണ്ട. പക്ഷേ ഈ സ്ലറി ഇങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മൾ ആദ്യം വെച്ചപ്പോൾ ഒരു വെള്ള കളർ പോലെ തോന്നിയില്ലേ, ഒരു കളറും ഇല്ല. പക്ഷേ സ്ലറി വെന്ത് വരുമ്പം ഈ സോസൊക്കെ അതിലോട്ട് മിക്സായി വരുമ്പോൾ നല്ല കളർ വരും, ചുവപ്പ് വരും. പിന്നെ നമുക്ക് ഈ സമയം വേണമെങ്കിലേ ഇത് സോസ് ചേർക്കുന്ന സമയത്ത് സോസ് ഒരു മിക്സിങ് ബൗളിലെടുത്തിട്ട് അതിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി മിക്സ് ചെയ്താൽ കളർ കിട്ടും. പിന്നെ അല്ലാതെ നമുക്ക് ഈ ചില്ലി സോസ് ഉണ്ട്, ഈ മധുരമുള്ള സ്വീറ്റ് ചില്ലി സോസ്, അത് യൂസ് ചെയ്യുകയാണെങ്കിലും കളർ കിട്ടും.
അതില്ലാത്തവരാണെങ്കിൽ നമ്മൾ കാശ്മീരി മുളക് പൊടി സോസിനൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് മല്ലിയില. ഇതോടുകൂടി നമ്മുടെ കുക്കിംഗ് തീർന്നിരിക്കുകയായിരുന്നു. എനിക്കും ചൂടെടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിൾ ഹോം മെയ്ഡ് ചില്ലി ചിക്കൻ. ഓക്കെ, സിമ്പിളാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ടൈമേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയൊരു പാൻ എടുത്താൽ ഇപ്പോൾ 1 kg ചിക്കനൊക്കെ ആണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ കാര്യം കഴിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, നമുക്കപ്പം ഓഫ് பண்ணலாமே. ഓക്കെ, ഫൈനലായിട്ട് ഞാൻ ഒന്നും കൂടെ ചില്ലി ചിക്കൻ കാണിച്ചു തരാമേ. വ്യൂ അല്ല, സോറി, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ്. ഓക്കെ, ഇതാണ് അപ്പോൾ ചില്ലി ചിക്കൻ. എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ വേർത്ത് കുളിച്ചു. ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേർത്തിട്ടുണ്ടേ, വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞ ചൂടാണ്, തുറന്നിടാൻ പറ്റില്ല ജനൽ, ഭയങ്കര കൊതുവാണ്. അപ്പം എല്ലാവരും ഇത് ചില്ലി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബൈ.